എല്ലാ മലയാള സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. സിനിമയ്ക്ക് ഒരിടയ്ക്ക് ഒരു സ്റ്റക്കായി പോയ അവസ്ഥയായിരുന്നു. അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ട്രെയിലറും അപ്ഡേഷനും പോസ്റ്ററും എല്ലാം കൂടെ നിറഞ്ഞ് അങ്ങോട്ട് ഓരോ ദിവസം ആറാടുകയാണെന്ന് പറയുന്ന രീതിയിലാണ് അപ്ഡേഷൻസ് വരുന്നത്. അങ്ങനെ ട്രെയിലർ വന്നതിന് ശേഷം എമ്പുരാൻ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രീസെയിൽ തന്നെ റെക്കോർഡ് നിൽക്കുകയാണ്. ഡബിൾ ഡിജിറ്റ് ആണ് പ്രീസെയിൽ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് FD ഇടുന്ന സിനിമ എന്ന റെക്കോർഡ് ലിയോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എമ്പുരാൻ സ്വന്തമാക്കാൻ പോവുകയാണ്. അത്രയ്ക്കും ഇമ്പാക്റ്റിലേക്കാണ് കുതിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ ഇമ്പാക്ട് തന്നെയാണ് എമ്പുരാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ആ ഒരു സിനിമയിലെ രംഗത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ ഒരു സിനിമയിലെ രംഗവും മറ്റൊരു സൂപ്പർ സ്റ്റാറും തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി അറിയുന്നതിന് മുമ്പ് നമുക്കറിയാം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി അറിയണം. സ്വാഭാവികമായിട്ടും പല ഇന്റർവ്യൂവിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അതായത് എമ്പുരാൻ കാണണമെങ്കിൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കാണണമെന്നുള്ളത്. അതിന് പൃഥ്വിരാജ് തന്നെ കൃത്യമായ ഒരു മറുപടി പറയുകയുണ്ടായിരുന്നു. അതായത് ഇതൊരു വ്യത്യസ്തമായ വേൾഡ് ആണ് കാണിക്കുന്നത്. ശരിക്കും ഇതിനൊരു സീക്വൽ എന്ന് പറയുമെങ്കിലും ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്ന രീതിയിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അതായത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കാണാതെ എമ്പുരാൻ കാണാം. പക്ഷേ എമ്പുരാൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊരു ആകാംക്ഷ തോന്നും. സ്വാഭാവികമായിട്ട് അങ്ങനെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കാണണമെന്നുള്ളൊരു ആകാംക്ഷ ക്രിയേറ്റ് ചെയ്യും എന്ന് പറയും. ഇവിടെ പറയുന്നത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഡയറക്ഷൻ ആയിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ. മുരളി ഗോപി കഥ എഴുതി പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത് സാക്ഷാൽ മോഹൻലാൽ നായകനാകുന്ന ഗംഭീര സിനിമയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന. മാസും ക്ലാസും ഒരേ സമയം കമ്പൈൻ ചെയ്ത ഒരു സിനിമയായിരുന്നു. ഈ ഒരു സിനിമയിലെ മോഹൻലാലിന്റെ എൻട്രി സീൻ നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു എൻട്രി സീൻ അല്ല. അതായത് എൻട്രി സീൻ എന്ന് പറഞ്ഞത് PK രാമദാസിന്റെ ഫ്യൂണറൽ ടൈമിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. മറ്റൊന്നുമല്ല, ആ ഒരു സീനിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയെ തടയണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർമ്മ സാറും കമ്മീഷനും തമ്മിൽ സംസാരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് കമ്മീഷണർ എന്ന് പറഞ്ഞു, സാറേ ഇതുവഴി പോകാൻ പറ്റത്തില്ല, വണ്ടി വിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ അപ്പൊ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി ഇറങ്ങിയിട്ട് വണ്ടി വിടേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നടന്നു പോകാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പാർട്ടി പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു സീൻ അങ്ങോട്ട് കൊഴുക്കുകയാണ്. അതായത് മോഹൻലാലിന്റെ ഒരു വോക്ക് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. പ്ലസ് ദീപക് ദേവിന്റെ ഒരു BGM കൂടെ ആയപ്പോൾ ആ ഒരു സീൻ എന്ന് പറഞ്ഞ എപ്പിക് സീനായി മാറുകയാണ്. എന്നാൽ ഈ ഒരു സീനിന് ഇൻസ്പിറേഷൻ ആയത് മറ്റൊരു സൂപ്പർ സ്റ്റാർ ആണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ രജനീകാന്ത് തന്നെയാണ്. അതായത് രജനീകാന്തിന്റെ ഒരു സംഭവത്തിനെ ബേസ് ചെയ്താണ് പൃഥ്വിരാജ് ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് പറയുകയുണ്ട്. തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണ് സാക്ഷാൽ രജനീകാന്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രജനീകാന്തും തമിഴ് സിനിമയുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ലേറ്റ് ആയിട്ടുള്ള ശ്രീ ജയലളിതയുണ്ട്. ഇരുവരും തമ്മിൽ ഒരു സമയത്ത് വൻ വാക്പോരും ശത്രുതയുമുള്ള ഒരു സമയമുണ്ട്. രണ്ടുപേരും അത്രയ്ക്ക് പോര് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് ഒരു ഇലക്ഷൻ തോക്കാൻ കാരണം വരെ, ജയലളിത തോക്കാൻ കാരണം വരെ രജനീകാന്ത് എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ രജനീകാന്തും ജയലളിതയും താമസിച്ചിരുന്ന ഫോയ്സ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം VIP താമസിക്കുന്ന ചെന്നൈയിലെ സ്ഥലമാണ്. ഇരുവരും നെയ്ബേഴ്സും ആയിരുന്നു. അതുപോലെ തന്നെ ശത്രുതയിലുമായിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരു ദിവസം രജനീകാന്ത് വീട്ടിന് വെളിയിലോട്ട് കാറിൽ പോവുകയായിരുന്നു. പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ നമ്മുടെ പോലീസുകാർ അദ്ദേഹത്തെ തടഞ്ഞിട്ട് പറഞ്ഞു, സാറേ ഇപ്പം പോകാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി വന്നതിന് ശേഷമേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് രജനീകാന്തിനോട് പറയുന്നു. അദ്ദേഹം കുറച്ചേരം ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഇറിറ്റേഷൻ വരുന്നു, ഒരു ദേഷ്യം പോലെ വരുന്നു. ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈലിഷ് ആയിട്ട് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്തുള്ളൊരു പെട്ടിക്കടല കൊണ്ട് കയറി ഒരു 555 സിഗരറ്റ് ഒക്കെ വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലിഷ് രീതിയിൽ സിഗരറ്റ് എടുത്ത് കത്തിച്ചോണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അതുവഴി പോയ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ദേണ്ടാ സാക്ഷാൽ രജനീകാന്ത് വെളിയിലിരിക്കുന്നു, അതും ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട്. എല്ലാവർക്കും ആകാംക്ഷ. പക്ഷെ എല്ലാ ആൾക്കാരും കൂട്ടം കൂടി പെട്ടെന്ന് തന്നെ ആരാധകർ വന്നു. അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ഒരു കളം അങ്ങ് നിറഞ്ഞു. ആൾക്കാരെ കൊണ്ട് കളം നിറഞ്ഞിരിക്കുന്ന ഒരു രംഗമായിരുന്നു. അപ്പോഴത്തേന് പോലീസുകാർക്ക് മനസ്സിലായി ഇത് കൈ നീക്കത്തിരുന്ന്. അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് സാക്ഷാൽ രജനീകാന്ത് വന്നു, സാറേ ഇവിടെ ഇന്ന് ഇപ്പൊ ശരിയാവില്ല, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒക്കെ ആവും, സാർ ഒന്ന് പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ രജനീകാന്ത് അവിടുന്ന് മാറുകയാണ് ഉണ്ടായത്. അത്രയും ഒരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു സീൻ. ഈ ഒരു സീനിനെ ആസ്പദമാക്കിയാണ് സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു രംഗം പൃഥ്വിരാജ് എടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഒരു ഐക്കോണിക് സീൻ ഒന്ന് ഓർത്ത്, ഒരു റിയൽ ലൈഫ് സീനിനെയാണ് നമ്മുടെ പൃഥ്വിരാജ് ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സീനുമായിട്ട് കമ്പയർ ചെയ്തത്. ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്താണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഈ എൻട്രി സീൻ എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിലാണ് പൃഥ്വിരാജ് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം ഈ ഒരു സീനിനെ പറ്റി എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക.